അരിയൊക്കെ ഉണ്ടല്ലോ കുതിർത്തി അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പല്ലാട്ടോ ഇത്. നമ്മൾ അരിപ്പൊടിക്ക് ഉണ്ടാക്കുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷെ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം കുറച്ചധികം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് പത്തിരിപ്പൊടി, പിന്നെ ഒരു 1/2 കപ്പോളം മൈദപ്പൊടി, 1/4 കപ്പ് റവ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഏലക്കൻ്റെ പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ, പിന്നെ നല്ല നെയ്യിൽ വറുത്തെടുത്ത തേങ്ങൻ്റെ പീസും, പിന്നെ ആ വറുക്കാനെടുത്ത് 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഉണ്ടല്ലോ ഒരു പകുതി റോബസ്റ്റ പഴോട്ട ഞാൻ എടുത്തിരിക്കണേ. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടെ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അടിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമ്മുടെ ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ശർക്കരപ്പാനിക്ക് ഒട്ടും ചൂടൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മധുരം പാകമായിട്ട് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശരിയായിട്ടില്ലെങ്കിൽ ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഉണ്ടല്ലോ ഇത് കുറഞ്ഞത് ഒരു 3, 3.5, 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് മാവ് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നോക്കാം. നല്ല കട്ടിയായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സാധാ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാവ് ഒന്ന് കലക്കി എടുത്താൽ മതി. ഇപ്പം ഉണ്ടല്ലോ ഉണ്ണിയപ്പ ചട്ടി ഇല്ലെങ്കിലേ നമുക്കല്ല സുഖമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അടുത്ത് എന്തായാലും നല്ല ഉണ്ണിയപ്പ ചട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളതിനാണെങ്കിൽ വേണ്ടാത്ത മണിക്കൊക്കെ നിൽക്കണേ അല്ലേ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ടേ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് കുറേശ്ശെ മാവൊക്കെ ഒഴിച്ചിട്ട് ഒരു സൈഡൊക്കെ അങ്ങോട്ട് റെഡി ആയാലും ഇതങ്ങോട്ട് പറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് കൂടെ റെഡി ആയാലും ആ എണ്ണ അങ്ങോട്ട് മാറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ? എൻ്റെ ഈ ഒരു ചട്ടിയിലെ ഒരുപാട് വലിയ സൈസ് ഉണ്ണിയപ്പമല്ല, കുട്ടി കുട്ടി ഉണ്ണിയപ്പാട്ടം ഉണ്ടാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് കറുത്ത എള്ളുണ്ടെങ്കിൽ ആ തേങ്ങൻ്റെ പീസ് വറുക്കില്ലേ നെയ്യിൽ, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ആ ഒരു കറുത്ത എള്ളും കൂടി ഇട്ട് വറുത്തെടുത്തോളൂ കേട്ടോ. അതും നല്ലതാണ്. എൻ്റെ അടുത്ത് എള്ളുണ്ടായില്ല, എള്ള് കഴിഞ്ഞു പോയി. പിന്നെ തേങ്ങ